പ്രിയപ്പെട്ടവരെ, നമുക്കിനി കുറച്ച് വാഹന വിശേഷങ്ങളിലേക്ക് പോയാലോ. ഇന്നിപ്പോ ഞാനേ ഈ വാഹന വിശേഷങ്ങളെ കുറിച്ച് പറയാൻ ഒരു കാരണമുണ്ട്. നമ്മളിൽ പലരുടെയും സ്വപ്ന വാഹന ബ്രാൻഡുകളൊക്കെ അവരുടെ പുതിയ മോഡലുകൾ ഈ ജൂലൈ മാസം മാത്രം പുറത്തിറക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട 4 കാറുകളാണ് ഇന്ത്യൻ വിപണി ഈ മാസം കീഴടക്കാൻ വരുന്നത്. 2 പുതിയ ഇലക്ട്രിക് MPVകളും ഒരു എൻട്രി ലെവൽ BMW സെഡാനും ഉണ്ട് ഇക്കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. അപ്പോൾ തുടക്കം തന്നെ ഞാൻ നമ്മുടെ ഒക്കെ മോസ്റ്റ് ഫേവറേറ്റ് BMWയിൽ നിന്നും തുടങ്ങാം. അപ്പോൾ BMWന്റെ ഏത് മോഡലാണ് വരാൻ പോകുന്നത് ചോദിച്ചാൽ BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയാണ് ഈ മാസം തന്നെ വരാൻ പോകുന്നത്. BMWന്റെ ഏറ്റവും പുതിയ 4 ഡോർ കോമ്പാക്ട് ലക്ഷറി സെഡാനാണ് 2 സീരീസ് ഗ്രാൻഡ് കൂപ്പെ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കാണുന്നത് പോലെ ഇതൊരു 4 ഡോർ ലക്ഷറി കോമ്പാക്റ്റ് ആണ്. ഇതിനുള്ളത് 2024 ഒക്ടോബറിൽ രാജ്യാന്തര വിപണിയിൽ അവതരിപ്പിച്ച മോഡലാണ് BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പ എന്ന് പറയുന്നത്. ഡിസൈനിൽ പുതിയ മാറ്റങ്ങളോടുകൂടിയാണ് പുതിയ 2 സീരീസിന്റെ വരവ്. ഇതിന്റെ മുൻഭാഗം കൂടുതൽ ഷാർപ്പാക്കിയിട്ടുണ്ട്. വീൽ ആർക്കുകളിൽ അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പുതിയ ടൈൽ ലൈറ്റ് ക്ലസ്റ്ററും ലുക്കിലെ ഫ്രഷ്നെസ് വർദ്ധിപ്പിക്കുന്നു. ഇനി ഇതിൽ ലൈൻ അസിസ്റ്റന്റ് ഉണ്ട്, അതേപോലെ തന്നെ പാർക്ക് അസിസ്റ്റ്, ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. കർവ്ഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ BMWന്റെ പുതിയ സോഫ്റ്റ്വെയറുകളും ഒക്കെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. ഈ മാസം ജൂലൈ മാസം പകുതിയോടെ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ M സ്പോർട്ട് വേരിയന്റും ഇതിനുണ്ടായിരിക്കും. ഔദ്യോഗികമായിട്ട് ഒരു വിലയൊന്നും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു വില 45 മുതൽ 47 ലക്ഷം രൂപ വരെയാണ് എക്സ്-ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കാർ ഏത് നോക്കാം. അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു ബ്രാൻഡാണ് കിയ കാരൻസ് ക്ലാവിസ് EV. കിയയുടെ ഏറ്റവും പുതിയ കിയ കാരൻസ് ക്ലാവിസ് EV ജൂലൈ 15-നാണ് ഇന്ത്യയിലേക്ക് എത്തുക. കിയയുടെ 7 സീറ്റർ MPV ആണ്. ഡിസൈനിലും ഇന്റീരിയറിലും ഒക്കെ പെട്രോൾ ഡീസൽ കാരൻസിനോട് ചേർന്ന് നിൽക്കുന്ന മോഡലിലായിരിക്കും കാരൻസ് ക്ലാവിസ് EVയും വരിക. ഇതിൻ്റെ ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോ 42 കിലോവാട്ടാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ ഇതിന് 51.4 കിലോവാട്ട് ബാറ്ററി പാക്കും ആ ഓപ്ഷനുകളും ഒക്കെ ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ഹ്യുണ്ടയുടെ ക്രെറ്റ EV പോലെ തന്നെ 42 kWh, അതായത് 390 കിലോമീറ്റർ റേഞ്ച് ആയിരിക്കും കിയ കാരൻസ് ക്ലാവിസ് EVക്കും വരിക. ഇന്ത്യയിലെ ആദ്യ മാസ് മാർക്കറ്റ് 7 സീറ്റർ EV MPV ആണിത്. ഈ പ്രീമിയം ഫാമിലി EVക്ക് പ്രതീക്ഷിക്കുന്ന വില 22 മുതൽ 26 ലക്ഷം രൂപ വരെയാണ് എക്സ്-ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് MG M9 എന്ന വാഹനത്തിനെ കുറിച്ചാണ്. MG M9നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പ്രത്യേകതകളുള്ള മറ്റൊരു വാഹനം കൂടിയാണ്. കാരണം MPV വിഭാഗത്തിലെ പ്രീമിയം മോഡലാണ് MG A9 ഇലക്ട്രിക്കിനെ അവതരിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ മിഫ 9 എന്നാണ് ഈ വാഹനം അറിയപ്പെടുന്നത് പോലും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ തൊട്ട് മുൻപ് കണ്ടില്ലേ കിയ കാരൻസ് ക്ലാവിസ് EV, അതിൻ്റെ എതിരാളിയായാണ് ഈ വാഹനം നമ്മുടെ MG M9 എത്തുക എന്നും പറയപ്പെടുന്നുണ്ട്. ഘടനയും ഇതിൻ്റെ വലിപ്പമൊക്കെ നമ്മൾ പരിശോധിച്ചാലേ ഇതിൻ്റെ നീളം ഏകദേശം 5200 NM വരിക. അതേപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 2000 NM ആയിരിക്കും. പിന്നെ അതേപോലെ ഈ കിയ കാർണിവലിനെയും ടൊയോട്ടയുടെ വെൽഫെയറിനെയും ഒക്കെ മറികടന്ന് ഏറ്റവും വലിയ MPV ആയി മാറുമെന്നാണ് കരുതപ്പെടുന്നത്. 90 കിലോവാട്ടിൻ്റെ ബാറ്ററി, 245 HP കരുത്തും 350 NM ടോർക്കും പുറത്തെടുക്കും. ഒറ്റ ചാർജിൽ 20 മുതൽ 30 മിനിറ്റിൽ തന്നെ 80% ചാർജ് കയറുമെന്നാണ് പറയുന്നത്. പിന്നെ പിന്നിൽ ഇലക്ട്രിക് നിയന്ത്രിത വൈദ്യുത ഡോറാണ് വരിക. 2ാം നിരയിലെ ക്യാപ്റ്റൻ സീറ്റുകളിൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ, പവർ അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യങ്ങൾക്കൊപ്പം തന്നെ ഒരു മസാജ് ഫംഗ്ഷനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. JBL സൗണ്ട് സിസ്റ്റം ഉണ്ട്. 64 കളർ ആംബിയൻറ്റ് ലൈറ്റിംഗ് ആയിരിക്കും വരിക. പനോറമിക് സൺറൂഫും അതേപോലെ തന്നെ ലെവൽ 2 അഡാസ് സുരക്ഷാ ഫീച്ചറും ഒക്കെ ഉണ്ട്. പിന്നെ 12.23 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ പ്രതീക്ഷിക്കപ്പെടുന്ന വില എന്ന് പറയുന്നത് 65 മുതൽ 70 ലക്ഷം രൂപ വരെയാണ് എക്സ്-ഷോറൂം വില പറയുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം, ഇതിപ്പോൾ കമ്പനി തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ 50 മുതൽ 51,000 വരെ ടോക്കൺ റിസർവേഷൻ ആയിട്ടുണ്ട് എന്നാണ് ഈ വാഹനത്തിന്. ഇനി നമ്മൾ നേരെ പോകുന്നു മഹീന്ദ്ര XUV 3XOയിലേക്ക്. ഈ മാസം മുഖം മിനുക്കി എത്തുന്ന മഹീന്ദ്രയുടെ വാഹനമാണ് നമ്മൾ ഈ കാണുന്ന XUV 3XO. നേരത്തെ തന്നെ മഹീന്ദ്ര ഈ വാഹനത്തിൻ്റെ ടീസറൊക്കെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ വിശദാംശങ്ങളൊന്നും കാര്യമായിട്ട് പുറത്തു വന്നിട്ടില്ല.
ഫീച്ചറുകളിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ എഞ്ചിൻ അടക്കമുള്ള പ്രധാന ഭാഗങ്ങളിലും ഡിസൈനിലും ഒന്നും കാര്യമായ മാറ്റം ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജൂലൈ തുടക്കത്തിൽ തന്നെ, അതായത് ഈ മാസം ഇനിയിപ്പോൾ അടുത്തൊരു ആഴ്ചയോട് കൂടി തന്നെ നമുക്ക് ഈ വാഹനം പുറത്തേക്ക് വരും, ഈ മോഡലിനെ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ വില പ്രതീക്ഷിക്കുന്നത് 7.49 ലക്ഷം മുതൽ 15.80 ലക്ഷം രൂപ വരെ, അതായത് ഒരു 16 ലക്ഷം രൂപ വരെയൊക്കെയാണ് വേരിയൻറ്റുകൾ അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കാറൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരൊന്നും മടിച്ചു നിൽക്കണ്ട. ആവശ്യക്കാർക്ക് നിങ്ങളുടെ ഇഷ്ട വാഹനം ഉടൻ തന്നെ ബുക്ക് ചെയ്യാം.